ഈ വീഡിയോയിലുള്ള ആളാണിത് ജിനേഷ്. ഒരു പാകിസ്ഥാനി വ്ളോഗർ നീട്ടിയ സമ്മാനപ്പൊതി നിരസിച്ചതിന്റെ കാരണമാണ് ജിനേഷിനെ വൈറലാക്കിയത്. അത് അർഹതയുള്ളവർക്ക് കൊടുത്തോളൂ എന്ന് പറയുമ്പോഴാണ് വൈറലാവുന്നത്. ഞാൻ കണ്ടു വളർന്ന സിറ്റുവേഷൻ അങ്ങനെയാണ്. നമുക്ക് വേണ്ടതേ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. അർഹത ഉള്ളവർക്ക് കേട്ടിട്ടെ അങ്ങനെ തോന്നി. അപ്പൊ ഞാൻ അത് പറഞ്ഞു. എനിക്ക് ഭാഷ അറിയാത്ത ഒരു പ്രശ്നമുണ്ടാവും. പക്ഷെ എന്തോ ആൾക്ക് മനസ്സിലായി. ഷാർജയിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് ജിനേഷ്. ജോലിക്കായി തന്റെ സൈക്കിളിൽ പോകുമ്പോഴാണ് ആ വ്ളോഗർ കാണുന്നത്. യാദർശ്യമായിട്ട് കണ്ടു. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സൈക്കിൾ തിരിച്ചു പോയി. അപ്പോൾ ആളിങ്ങനെ ഏതോ ഒരു ഗിഫ്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രോസറി ഫുഡ് ഐറ്റംസ് ആണ് പറഞ്ഞു. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വേറെയുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കുറേ കണ്ടിട്ടുണ്ട്. പാവപ്പെട്ടവർ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ മേടിച്ച് ഞാൻ ചിലപ്പോൾ നിരസിച്ച് വേറൊരാൾക്ക് എന്നേക്കാൾ പാവപ്പെട്ടവർ ഞാൻ കിട്ടിച്ചെന്നാൽ അതൊരു പുണ്യമല്ലേ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ നന്മയാണ് ഇദ്ദേഹത്തെ പാകിസ്ഥാനിൽ പോലും വൈറലാക്കിയത്. ആ വീഡിയോയുടെ കമന്റുകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആസ് എ മലയാളി എനിക്കും ഭയങ്കര പ്രൗഡായിരുന്നു ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടിട്ട്. കാരണം ഒരുപാട് ആളുകൾ വന്നിട്ട് അഭിനന്ദിക്കുന്നു, സ്നേഹം പങ്കുവെക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്തായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആളുകളുടെ റെസ്പോൺസ്? ഞാൻ അങ്ങനെ ആവും വിചാരിച്ച് പറഞ്ഞല്ല. പക്ഷെ പിന്നെ കുറച്ച് കൂട്ടുകാരന്മാരും ഇവരൊക്കെ ഇങ്ങനെ അയച്ചു തരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചോ? നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. എവിടാ നാട്? എൻ്റെ പാലക്കാട് ഒറ്റപ്പാലം വരോട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനമ്മ, രണ്ടേട്ടന്മാര്, പിന്നെ എഴുത്തിയമ്മ, കുട്ടികൾ. ഇവിടെ ദുബൈയിൽ കുറെ വർഷമായോ വർക്ക് ചെയ്യുന്നത്? 3 വർഷമായി. 3 വർഷമായി. പഠിച്ചൊക്കെ എന്താ? പഠിച്ച് ഞാൻ +2 വരെ, പിന്നെ ITI പഠിച്ചു. നേരെ ഇങ്ങോട്ട് വന്നു. എങ്ങനെ പോകുന്നു ദുബൈയിൽ ജോലിയൊക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നു. അതാ ഞാൻ ആളെടുത്തും പറഞ്ഞത്. എനിക്ക് ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതാണ്. അപ്പോൾ മെക്കാനിക്ക് പഠിച്ചു. അതെനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. അത് ഞാൻ പഠിച്ചു. ഭാഷ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഭാഷ ഞാൻ എന്തിനാണോ വന്നത് അത് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. ഭാഷ മാത്രമേ എനിക്ക് കിട്ടായിരുന്നിട്ടുള്ളൂ. ബാക്കി അതും അങ്ങനെ റെഡിയാവും. അതൊക്കെ സ്വാഭാവികം. അതൊക്കെ ഇനി അങ്ങോട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അമ്മ അച്ഛനൊക്കെ വീഡിയോ കണ്ടിട്ട് എന്താ പറഞ്ഞത്? നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കറിയാം ഞാൻ ഒരാളിനെ അങ്ങനെ മേടിക്കാനോ ഒന്നും ഇങ്ങനെ നിൽക്കാത്തവനാണെന്ന്. നമ്മളിത് പറയാനും കാരണം അവർ എങ്ങനെയാണോ നമ്മൾ വളർത്തി, അതാണ് എൻ്റെ പെട്ടെന്ന് മൈൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ വളർത്തിയതിൻ്റെ അതിൽ വന്നു. സമ്മാനപ്പൊതി വേണ്ട, അത് അർഹരായവർക്ക് കൊടുത്തോളൂ എന്ന് ജിനീഷ് അറിയാവുന്ന ഭാഷയിൽ അത് പറയുമ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ റേഞ്ചാണ്. എന്തായാലും ഈ ഒരു മനസ്സിലെ നന്മ എന്നും ഇതുപോലെ നിൽക്കാൻ കഴിയട്ടെ. നല്ലൊരു മനുഷ്യനായിട്ട് ഇനിയും ജീവിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. കേരള എന്താ വിശേഷം? സുഖം.